മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് നീ തിരിച്ചറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. യെശയ്യാപ്രവചന പുസ്തകം 42-ാം അധ്യായം 2-3 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. വചനം നമ്മോട് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നമുക്ക് മുന്നേ പോകുന്നൊരു കർത്താവ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയ മലകൾ പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ നിരപ്പാക്കി തരുന്ന കർത്താവ്, കുട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ നമുക്കായി തുറക്കുന്നവൻ, ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ അനുഭവിക്കുന്ന ഒരു ദിവസമായി ഇന്ന് തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥ നമുക്ക് യാചിക്കാം. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു ശുശ്രൂഷ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനാണ്. അമ്മയുടെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വചനം കേൾക്കുന്ന നമ്മെല്ലാവരെയും പരിശുദ്ധ അമ്മ തൻ്റെ വിമല ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നമുക്ക് നിയോഗമായിട്ട് നമ്മൾ സമർപ്പിക്കുക സാമ്പത്തിക ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയാണ്. സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഒത്തിരിയേറെ കടബാധ്യതയിലൂടെ നീങ്ങുന്നവർ, എങ്ങനെ കടം വീട്ടും എന്നതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്നവർ, അവരെല്ലാവരെയും നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മയോട് ചേർത്ത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുകയാണ്. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ഒരു പ്രകാശം ഉദിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകം യാചിച്ചുകൊണ്ട് തിരുവചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മെ ജ്വലിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധാപൂർവ്വം നമുക്ക് ഇന്നത്തെ വചനം ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 22-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ. യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രദവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട കൽപ്പന ഈശോ വിവരിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന അതേ ശ്വാസത്തിൽ തന്നെ പറയുകയാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇന്നത്തെ ദിവസം നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ദൈവ ആരാധന നമ്മുടെ ചുറ്റും വസിക്കുന്ന നമ്മുടെ മനുഷ്യരുടെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ശക്തി പകരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ ബലിയർപ്പിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ വിശുദ്ധിയോടുകൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈശോ പഠിപ്പിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള ആരാധന അത് മനുഷ്യനിലേക്ക് നീങ്ങണം. പ്രാർത്ഥന മാത്രമായാൽ അത് സാധിക്കുകയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതം. പ്രാർത്ഥന നമ്മളെ, ആ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ കാണുവാൻ സാധിക്കണമെന്ന് പഠിപ്പിച്ച ആളാണ് ഈശോ. വിശുദ്ധ കുരിശ് തന്നെയാണ് അതിന് മനോഹരമായൊരു അടയാളം. നമുക്കറിയാം, കുരിശിന് ഒരു ലംബമായിട്ടുള്ള ഒരു തലമുണ്ട്, അതുപോലെ തന്നെ ഒരു തിരശ്ശീലമായിട്ടുള്ള ഒരു തലവുമുണ്ട്. അത് തന്നെ നമ്മോട് പറയുക, നമ്മുടെ ബന്ധം, ദൈവത്തോടുള്ള ബന്ധം, അതുപോലെ തന്നെ നമുക്ക് മനുഷ്യരോടുള്ള ബന്ധം, ഇത് രണ്ടും കൂടി ചേർന്ന് പോകുമ്പോഴാണ് കുരിശായി മാറുക. ദൈവത്തെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു, എന്നാൽ നമ്മുടെ സഹജീവികളെ നമ്മൾ മറക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു യഥാർത്ഥ ദൈവ ആരാധനയാകുന്നില്ല. അതുപോലെ തന്നെ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യരിൽ നന്മ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുകയാണെങ്കിലും അത് ദൈവാരാധനയായി മാറുന്നില്ല. കാരണം മനുഷ്യനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അതൊരു സാമൂഹിക പ്രവർത്തനം മാത്രമേ മാറുന്നുള്ളൂ. പക്ഷേ ആ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഛായ കണ്ടുകൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അത് ദൈവ ആരാധനയായി മാറുകയാണ്. അവിടെയാണ് മദർ തെരേസയുടെയൊക്കെ ജീവിതം മാതൃകയായി മാറുക. മദർ തെരേസയുടെ ജീവിതമൊക്കെ കണ്ടിട്ട് ഈ പുഴുവരിച്ച മനുഷ്യരെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ച് ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്കിത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, 1,00,000 രൂപ കിട്ടിയാൽ പോലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുമ്പോൾ അമ്മ കൊടുക്കുന്ന ഉത്തരമുണ്ട്, 1 അല്ല 9 ലക്ഷം രൂപ കിട്ടിയാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവരിൽ എൻ്റെ യേശുവിൻ്റെ മുഖം ഞാൻ കാണുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, സർവശക്തിയോടും കൂടെ ബഹുമാനിക്കുക ദൈവത്തെ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിൻ്റെ സഹോദരരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് ഓടിച്ചെല്ലാൻ സാധിക്കുക. നിത്യജീവൻ അവകാശമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വന്ന യുവാവിനോട് ഈശോ പറഞ്ഞു കൊടുത്ത ആ ഒരു ഉപമ, അത് നല്ല സമരക്കാരൻ്റെ ഉപമയാണ്. വേദനിച്ച് വിഷമിച്ച് കിടക്കുന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ ദൈവാരാധനയ്ക്ക് അർത്ഥമുണ്ടാകുക. സുവിശേഷം മുഴുവനും നമ്മൾ വായിച്ചാൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ അന്ത്യവിധിക്ക് കർത്താവ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ് വ്യക്തമായിട്ട് പറയുക. അന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചോ? ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ? അവർ ഒരേപോലെ ചോദിക്കുന്നു, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഞങ്ങൾ ഒരിക്കലും കണ്ടില്ലല്ലോ കർത്താവെ, അങ്ങ് വിശക്കുന്നത്, അങ്ങ് ദാഹിക്കുന്നത്, അങ്ങ് കാരാഗൃഹത്തിൽ കിടക്കുന്നത്. അവിടെയാണ് ഈശോ കൊടുക്കുന്ന മറുപടി, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവാരാധന അത് ജീവിക്കുന്ന മനുഷ്യരുടെ യാതനകളിലേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കട്ടെ. അതല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ അർത്ഥമുണ്ടാകുകയില്ല. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരുവൻ നിൻ്റെ മുൻപിൽ യാചിച്ചു വരുമ്പോൾ, അവൻ്റെ ആവശ്യങ്ങൾ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, സുഖമായിരിക്കുക, തണുപ്പ് മാറട്ടെ എന്നൊക്കെ പറയുക അല്ല വേണ്ടത്, അവൻ്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന് യാക്കോബ് ശ്ലീഹ ശക്തമായിട്ട് പറയുകയാണ്.
പ്രവൃത്തി കൂടാത്ത വിശ്വാസം അത് നിർജീവമാണ്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം അത് നിർജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ നാവുകൊണ്ട് തന്നെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, പ്രവൃത്തി മാത്രമേ ഉള്ളൂ, വിശ്വാസമില്ലെങ്കിൽ അതും നിർജീവമാണ്. വിശ്വാസം നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കണം. നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ വിശ്വാസത്തിലേക്ക് ഉയർത്തണം. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വേദനിക്കുന്ന ഒരു മനുഷ്യനെയും കർത്താവ് കാണാതെ കടന്നു പോകുന്നില്ല. ചുറ്റും നിന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ വഴിയരികിലിരുന്ന് യാചിക്കുന്ന അന്ധനായ ഒരു മനുഷ്യൻ്റെ ആ രോദനം അവിടുന്ന് കേൾക്കുകയാണ്. യേശുവേ ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് വഴിയരികിലിരുന്ന് യാചിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വരം ഈ നൂറുകണക്കിന് ചുറ്റും നിന്ന് തിക്കിത്തിരക്കുന്ന മനുഷ്യരുടെ ആരവത്തിനിടയിലും കേൾക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുക. അതുപോലെ തന്നെ ആ 100-200 മനുഷ്യരുടെ ഇടയിൽ നടന്നു നീങ്ങുമ്പോൾ ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ തിരക്കിനിടയിലൂടെ ആ വസ്ത്രത്തിൻ്റെ വെളുപ്പിൽ തൊടുമ്പോൾ അത് തിരിച്ചറിയുന്ന കർത്താവ്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന ഒരു തമ്പുരാൻ. ഇതുതന്നെയല്ലേ പാപിനിയായ ആ സ്ത്രീയെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവരുന്ന ആ മനുഷ്യരുടെ ഇടയിലും കർത്താവ് പ്രവർത്തിച്ച് കാണിക്കുക. ആ മകളുടെ അവസ്ഥയിലേക്ക് കർത്താവ് കടന്നു ചെന്നുകൊണ്ട് ശത്രുക്കളെല്ലാം തിരിച്ചു വിട്ടുകൊണ്ട് ആ മകളെ രക്ഷിക്കുന്ന ഭാഗം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പന നമ്മൾ പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. അതുപോലെ തന്നെ ആ പ്രാർത്ഥന നമ്മളെ നയിക്കണം മറ്റുള്ളവരുടെ വേദനകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാനായിട്ട്. നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ പ്രാർത്ഥന അത് നിർജീവമാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദിവസത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒപ്പം തന്നെ കർത്താവിൻ്റെ ആ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ വേദനകളിൽ നമുക്കാവുന്ന വിധത്തിൽ കടന്നു ചെല്ലുവാനും അവരുടെ കണ്ണുനീരൊപ്പുവാനും അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യങ്ങളായി മാറുവാനും ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം ദൈവ ആരാധനയുടെ ദിവസമാകട്ടെ. ഒപ്പം ഈ ദിവസം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ വേദനകൾ ഒപ്പിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ദിവസം കൂടിയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ നിമിഷത്തിൽ നമുക്ക് ത്രിത്വൈക ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥ ഞങ്ങൾക്കുണ്ടാകണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ നിരന്തരം മധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ, ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ, നിങ്ങളെല്ലാവരുടെയും മധ്യസ്ഥ ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ദൈവസന്നിധിയിൽ മധ്യസ്ഥ അപേക്ഷിക്കണമേ. ഇന്നേ ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, സർവ്വശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ഒപ്പം ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ നൊമ്പരങ്ങളിൽ ഞങ്ങൾക്കാവുന്ന വിധത്തിൽ അവർക്ക് സൗഖ്യം നൽകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ മരിയ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നമുക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങൾ. നന്ദിയോടുകൂടെ നമുക്കായിരിക്കാം ഈ ശുശ്രൂഷയിൽ അവരെല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മനുഷ്യരുടെ കഠിനാധ്വാനമുണ്ട് ഈ ഒരു ശുശ്രൂഷയുടെ പിന്നിൽ. പ്രത്യേകിച്ചും ഈ ഒരു പ്രഭാത വിരുന്ന് ഒരുക്കുവാനായിട്ട് അധ്വാനിക്കുന്ന ഒത്തിരിയേറെ മക്കൾ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വിരുന്ന് നമുക്കായിട്ട് ഒരുക്കി തരുന്ന ഗുഡ്നസ് ടി വിയെ
ഡിവൈൻ ധ്യാനഗീതത്തെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം. ഇവയെല്ലാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവം ഉപകരണമാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും തന്നെ ജപമാല, അതുപോലെ തന്നെ കർണക്കൊന്ത, കൊച്ചു കൊച്ചു ത്യാഗങ്ങളെല്ലാം ഈ ഒരു സംരംഭത്തിൻ്റെ വിജയത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ദൈവവേലയിൽ പങ്കുചേരാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്ന്, പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന്, എല്ലാ മെത്രാന്മാരോടും, എല്ലാ വൈദികരോടും, എല്ലാ സമർപ്പിതരോടും, എല്ലാ ആത്മായ പ്രേക്ഷിതരോടും ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ല ഒരു പ്രഭാതം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.